ഗുഡ് മോർണിംഗ് ഷെജില മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് യെസ്, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഷെജീല. ഇന്നിപ്പോ ഞാനാണ് ഇവിടെ ഈ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ആയിട്ടുള്ളത്. നമുക്ക് വരാന്ന് പറഞ്ഞിട്ടുള്ള മാമിന് വയ്യാതിരിക്കുകയാണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 10 ways to develop self love. സെൽഫ് ലവ് അറിയാലേ നമുക്ക് എന്താണെന്നുള്ളത്? എന്താണ് സെൽഫ് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത്? പറയൂ ആരെങ്കിലും. സ്വയം സ്നേഹിക്കുന്നതിനാണ് സെൽഫ് ലവ്. അതെ, സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്വന്തം ക്ഷേമത്തിലും സന്തോഷത്തിലും ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കുന്നതാണ്. സ്വന്തം ആവശ്യങ്ങളും പരിമിതികളും ഒക്കെ അംഗീകരിക്കുകയും അവയെ കെയർ ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു സെൽഫ് ലവ്. സെൽഫ് റെസ്പെക്ട്, പിന്നെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കൽ എന്നിങ്ങനെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യില്ലേ? പക്ഷെ പലപ്പോഴും സ്വയം സെൽഫ് കെയറിങ് ആണ് എല്ലാരും വിട്ടുപോകുന്നൊരു കാര്യം അല്ലേ? അപ്പോ നമ്മൾ ഈ സെൽഫ് ലവ് ഉണ്ടാവുമ്പോഴാണ് ശരിക്കും നമുക്ക് കുറെ കാര്യങ്ങൾ സക്സസ് ആവുന്നത്. അതായത് കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റി വെക്കേണ്ട വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോ ചിലപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് നമ്മൾ സെൽഫ് കെയർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സെൽഫിലേക്ക് നോക്കുന്നില്ലാതെ വരുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഈ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സ്റ്റോപ്പ് കമ്പാരിസൺ. നമുക്കറിയാം അല്ലെ, കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങളിൽ വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ ഉണ്ടാവും. അപ്പോ ഇതും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോ എന്താണ്, നമ്മൾ സ്വയം ഒരു മതിപ്പില്ലാണ്ടാവും. അതുപോലെ ഡോണ്ട് വെറി അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. ഇത് കമ്പാരിസന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അതിനെ എന്താവും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, മാറ്റിവെക്കും. അപ്പോ അങ്ങനെ ചെയ്യാതിരിക്കുക. അടുത്തത്, allow yourself to make mistakes. ശരിക്കും രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഈ ലൈഫിൽ സക്സസ് ആവാത്തതെന്ന് പറയും. ഒന്ന്, ഫിയർ ഓഫ് മിസ്റ്റേക്സ് ഉള്ളവര്, ഫിയർ ഓഫ് ഫെയിലിയേഴ്സ് ഉള്ളവര്. അതായത് മിസ്റ്റേക്കിനെയും അതുപോലെ ഫെയിലിയറിനൊക്കെ പേടിയുള്ളവര്. ഇവ രണ്ടും സക്സസിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. മിസ്റ്റേക്സ് വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല.
അപ്പോ മിസ്റ്റേക്സ് വന്നോട്ടെ എന്ന് വിചാരിച്ച് മൈൻഡിനെ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് സക്സസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരണം. അല്ലാതെ നമ്മൾ അത് ചെയ്താല് ശരിയാവൂലേ, അല്ലെങ്കിൽ സക്സസ് ആവൂലേ, തെറ്റോ എന്നൊക്കെ വിചാരിച്ച് അത് തീരെ ചെയ്യാതിരിക്കുന്നത് എന്ത് ചെയ്യും, ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ പല ചിന്തകൾ കൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാം. അടുത്തത് ലെറ്റ് ഗോ ഓഫ് ടോക്സിക് പീപ്പിൾ. അതായത് നെഗറ്റീവ് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് എന്നിവയിൽ നിന്നൊക്കെ അകലം പാലിക്കാം. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകും, നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടത്തോടെ ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കും, ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് നമ്മളൊന്ന് തളർത്തുന്ന രീതിയിലുള്ള ഒരു ആൻസർ തന്നാല്, അല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മള് ഒന്ന് കൺഫ്യൂഷൻ ആവും, വേണ്ടേ എന്നൊക്കെ. അപ്പോ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ അടുത്ത് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, പിന്നെ പൊതുവെ കുറെ കാര്യങ്ങളിൽ നിന്ന് അങ്ങനെ അവരുടെ അടുത്ത് പറയുന്നതിൽ നിന്നൊന്ന് ഒരു അകലം പാലിക്കുക. അതുപോലെ ചില ഇപ്പൊ വീടുകളിലൊക്കെ ആയാലും കാണാം, നമുക്കൊരു വാല്യൂം തരാത്ത ഇത് ഒരു കാര്യത്തിലും. അപ്പോ അങ്ങനെയുള്ള ഒരു നമുക്ക് സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മളൊരു അകലം പാലിച്ച് നിൽക്കുക. അടുത്തത് റിമെമ്പർ യുവർ വാല്യൂ ഡസൻറ്റ് ലൈ ഇൻ യുവർ ബോഡി ലുക്സ്. ശാരീരികമായിട്ടുള്ള ലുക്കിലോ അപ്പിയറൻസിലോ ഒന്നല്ല കാര്യം. നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ് ആണ്. പേഴ്സണൽ വാല്യൂസ് ആയ ഇന്നർ സ്ട്രെങ്ത്, പൊട്ടൻഷ്യൽ, സ്കില്ല്, ടാലന്റ് തുടങ്ങിയവയുടെ ഒരു ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ലൈഫ് വാല്യൂസ് ആണെന്ന്, അതാണ് ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ എൻജോയ് ചെയ്യാം. അടുത്തത് പ്രോസസ് യുവർ ഫിയേഴ്സ്. നമ്മുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന മീനിങ്ലെസ് ആയിട്ടുള്ള ഫിയേഴ്സിനെ മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അത് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും, ഒരു പേടി. അപ്പോ അങ്ങനെ ഒരു നമുക്കറിയില്ല അത് ചെയ്തേ, നമുക്ക് ഉള്ളിലുണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇതാണ് നമ്മൾ ഉണ്ടാവുന്ന റിസൾട്ട് എന്നും നമുക്ക് അറിയെങ്കിലും അതിങ്ങനെ ആവശ്യമില്ലാത്ത കുറെ പേടികളും കുറെ ചിന്തകളും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്നൊക്കെ സ്കിപ്പ് ആവും. അപ്പൊ അത്തരം മീനിങ്ലെസ് ആയിട്ടുള്ള ഫിയറിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അടുത്തത് ട്രസ്റ്റ് യുവർ സെൽഫ് ടു മേക്ക് ഗുഡ് ഡിസിഷൻസ് ഫോർ യുവർ സെൽഫ്. നമ്മൾക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാവണം, നമ്മളെ കഴിവുകളെ മനസ്സിലാക്കിയിട്ട് വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്ത് തന്നെ എടുക്കാനായിട്ട് കഴിയണം. അതിന് സെൽഫ് ട്രസ്റ്റ് ആവശ്യമാണ്, അല്ലെ? നമ്മള് എടുക്കുന്ന ഒരു തീരുമാനം പൂർണ്ണമായിട്ടും അത് നമുക്കറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യാം, സെൽഫ് ട്രസ്റ്റ് ഉണ്ടാവണം. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നേരത്തെ പറഞ്ഞതാണ്, അതായത് നമ്മൾ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ സെൽഫ് കെയർ ചെയ്യണം, നമ്മളുടെ സ്വന്തം കാര്യങ്ങളിലും ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബി കൈൻഡ് യുവർ സെൽഫ്. നമ്മളോട് തന്നെ കൈൻഡ്നെസ് ഉണ്ടാവണം. നമുക്ക് കുറെ വീക്ക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും, ആ സമയത്ത് എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പല തോട്ട്സും വരുന്നതും സൂയിസൈഡിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് സ്വയം മറന്ന് ലൈഫ് സ്പോയിൽ ചെയ്യരുത്. പകരം നമ്മളോട് കൈൻഡ്നെസ് കാണിക്കണം. സെൽഫ് എംപതി, സ്നേഹം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സെൽഫ് കൈൻഡ്നെസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഫീൽ എൻജോയ് ആൻഡ് പെയിൻ ആസ് ഫുള്ളി ആസ് യു ക്യാൻ. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് മാത്രമല്ല ഉണ്ടാവുക, അല്ലെ? നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, പെയിൻഫുൾ സിറ്റുവേഷൻസിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. ഇത് രണ്ടും ഫുള്ളി ഫീൽ ചെയ്യുക. നെവർ എസ്കേപ്പ് നെഗറ്റീവ് ഫീലിങ്സ് ഇൻ യുവർ ലൈഫ്.
ഫുൾ ഹാപ്പിനെസ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുന്നത് എപ്പോഴും എന്തായിരിക്കും, പെയിൻഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് നമ്മളൊന്ന് സ്ട്രോങ് ഒക്കെ ആവണ സമയത്തായിരിക്കും അല്ലെ. അപ്പൊ അത് അങ്ങനെയാണ് ഉണ്ടാവാന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് പിന്തിരിഞ്ഞു പോവേ, ഒരു എസ്കേപ്പ് അത് ചെയ്യാതിരിക്കുക ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അപ്പൊ അവിടെ സ്റ്റോപ്പ് ആയി. നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താവും, അപ്പൊ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മൾ വീണ്ടും ശ്രമിക്കുക, തെറ്റുകൾ ഉണ്ടായാൽ അത് ചേഞ്ച് ആക്കുക, തിരുത്തുക. അതുപോലെ ഫെയിലിയർ ഉണ്ടായാൽ ഒന്നും കൂടെ ശ്രമിക്കാം. അപ്പൊ ഇതാണ് 10 ways to develop സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലൊരു 10 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താല് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആത്മവിശ്വാസത്തിന്റെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണെന്ന് പറയാം. നമ്മൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ റെസ്പെക്ട് കെയർ ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് സക്സസും നേട്ടങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മുടെ വാല്യൂസ് തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു വിലയുമില്ല, സോറി ഡിസ്റ്റർബ് ആയതിന്, മോന് വയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്കൊരു വിലയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റൂല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരോട് ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ നമ്മള്. ഒന്നും സ്വയം ചെയ്യാൻ കഴിയില്ല. നമ്മൾ നമ്മളെ തന്നെ ഡീപ്പ് ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക. എന്നാൽ നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് എല്ലാം സാധിക്കും എന്ന ഒരു കോൺഫിഡൻസ് ആണ് അവിടെ വരുന്നത്. താങ്ക് യു. ഈ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഈ ഒരു സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് ആ ആക്ച്വലി ഞാൻ എപ്പോഴാണ് ഈ ക്ലാസ് എല്ലാം കേൾക്കുന്നത്, അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടൊന്നും പറയാത്തത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നതാണ്, നമ്മള് സെൽഫ് ലവ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതെ വിട്ടു പോകുന്നുണ്ട് അല്ലെ. സ്വയം സെൽഫ് കെയറിങ് ഒക്കെ പലപ്പോഴും നമ്മൾ സ്വന്തം കാര്യങ്ങളായിരിക്കും മാറ്റി വെക്കുക. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടതും മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും. ചിലപ്പോ കൃത്യമായിട്ട് ഉറങ്ങാത്തവരുണ്ടാവും, കൃത്യസമയത്ത് ഫുഡ് കഴിക്കാത്തവരുണ്ടാവും, എക്സസൈസ് ചെയ്യാത്തവരുണ്ടാവും. അതൊക്കെ സെൽഫ് കെയർ കുറയുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് അതൊക്കെ ഉണ്ടാവാന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ അതിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സെൽഫ് ഗ്രോത്ത് ഉണ്ടാവും അല്ലേ.
ഹലോ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? അതെ മാം. ആ. അപ്പോ ഈ ഒരു സെൽഫ് ലവ് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പൊതുവെ എല്ലാരും ഈ സെൽഫ് ലവ് വളരെ കുറച്ചേ മൈൻഡ് ചെയ്യാറുള്ളൂ എന്നതാണ് സത്യം. തിരക്കിനിടയിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും കൂടുതൽ കെയർ അതെ, കൊടുക്കുക. അപ്പൊ അതെ. ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മാം ഉം. സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി. അതെ, നമ്മള് ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ശരിക്കും സെൽഫ് ലവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസും കുറെ സക്സസ് ഒക്കെ ഉണ്ടാകാൻ പറ്റും. ഇപ്പൊ ഹൗസ് വൈഫ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ടല്ലേ, അവര് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ അതോടൊപ്പം തന്നെ വീട്ടിലിരുന്നുകൊണ്ട് പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴും ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളുകള്, ഇപ്പൊ നമുക്ക് സ്വയം ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ പറയാ, ആ ഒരു സെൽഫ് കെയർ നമ്മൾ അതിലേക്ക് നോക്കിയിട്ടില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പോ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നില്ലേ? പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോ എനിക്കത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാ, വിട്ടുകളയാ. ആഹ് അപ്പോ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോ ഈ സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺഫിഡൻസിൽ ഉള്ളവർക്ക് എന്താ ചെയ്യാ, അത് നല്ല രീതിക്ക് തന്നെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അല്ലാത്തവർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനോ അതിനൊന്നിനും കഴിയാണ്ട് ഒന്ന് സ്റ്റക്ക് ആയിട്ട് പോവും. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക. അതൊന്നും ആർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അല്ലെ. നമ്മൾ ഈ പറയുന്ന, നമ്മൾ ഒഴിവാക്കി വിടുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ശല്യമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പൊ അതും കൂടി ചെയ്യുമ്പോ എന്താവും, നമ്മളൊന്ന് നമുക്കും ഒരു, നമ്മുടെ വാല്യൂസ് നമ്മൾ തിരിച്ചറിയും, നമ്മുടെ കഴിവുകളെ തിരിച്ചറിയും. അതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. മാഡം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ലൈഫിൽ പലപ്പോഴും ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ള സത്യം. അതെ, പലരും മറ്റുള്ളവർക്ക് വേണ്ടി ഉരുക്കി തീരുകയാണ്. ഇതൊക്കെ അതെ, മനസ്സിലാക്കി തീരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് തന്നെ കഴിയാറായിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അതെ, ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി നേരത്തെ ലൈഫിൽ സ്വീകരിക്കുകയും ചെയ്താൽ നല്ലൊരു ജീവിതം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അതെ. നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ നമ്മളിപ്പോ എക്സസൈസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പൊ അത് നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതോടൊപ്പം ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു മാഡം എല്ലാം നമ്മൾ മനസ്സിലാക്കും, പക്ഷെ നമ്മുടെ കാര്യങ്ങളെ മാറ്റി വെക്കാൻ പറ്റുമല്ലോ. മറ്റുള്ളവരുടെതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടേതാണ് നമ്മൾ മാറ്റി വെക്കുക. അതെ. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരിക. നമ്മള് ഒന്ന് റെസ്റ്റിംഗ് ടൈമില് ആണ് നമുക്ക് എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഒക്കെ തോന്നും. അതുകൊണ്ട് സെൽഫ് കെയറിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നോ എന്നുള്ളൊരു തോട്ട് നമ്മളൊന്ന് ഒരു ഒന്ന് റെസ്റ്റിലാവുമ്പോഴാണ്. അപ്പോഴായിരിക്കും ചിലപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സെൽഫ് കെയർ ഒക്കെ. അതെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു.
നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം അല്ലെ? പെട്ടെന്നായതുകൊണ്ടേ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.